ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാണ്ട് ഇതുപോലെ ഒരു ഇഡ്ഡലി കുട്ടകത്തിൽ ഇതുപോലെ 2 സവാളയും കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് അപ്പോൾ സബ്സ്ക്രൈബ് ഇത് ഉണ്ടാക്കി ചെയ്തേക്കണേ. എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി കുട്ടകത്തിൽ കുറച്ച് വെള്ളമൊക്കെ നിറച്ച് അതിൻ്റെ ആ ഒരു ഇഡ്ഡലി തട്ടൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 മീഡിയം സൈസ് നമ്മുടെ സവാള ഉണ്ടല്ലോ, അതുപോലെ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളകും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് കൊണ്ടുവരാം. ആ ഒരു സമയം നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഒരു 1.5 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണൊക്കെ ഉലുവയാണ്. ഈ 2 ഐറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി ഉലുവയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ആ ഒരു സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇട്ടിരുന്നാൽ മതിയാവും. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ ദാണ്ടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദാണ്ടെ നമ്മുടെ ഉലുവയും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് മൂത്ത് കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അപ്പോൾ ആ ഒരു സ്റ്റേജ് വരെയും ഒന്നങ്ങ് വറുത്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ദാണ്ടെ ഒന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. ഇത് അവിടെ ഇരുന്നൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ദാണ്ടെ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയം 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചിരുന്നതായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ആക്കാം. കണ്ടോ, നമ്മുടെ സവാളയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പച്ചമുളകൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഒന്ന് വേവിച്ചെടുക്കേണ്ട. നിറമൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ സവാള രണ്ടും പിന്നെ ഈ പച്ചമുളകും ഒക്കെ നമുക്ക് ഈ പാനിൽ നിന്നൊന്ന് എടുത്ത് സോറി ഈ ഇഡ്ഡലി കുട്ടകത്തിൽ നിന്നൊന്ന് എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ സവാളയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് പൊളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അങ്ങനെ മുഴുവനായിട്ട് ചേർക്കാതെ ഒന്ന് പൊളിച്ചിട്ട് കൊടുക്കണേ. ഇനി ഇതിലേക്ക് ആ പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ വറുത്തെടുത്ത നമ്മുടെ കടുക് ഉലുവയുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല. നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കോക്കനട്ട് ഓയിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ നല്ലെണ്ണ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഇത് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ആ എണ്ണയിലിട്ട് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കണേ. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അധികം ചേരുവകളൊന്നും ചേർക്കാതെയാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അടാറ് ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ നമുക്ക് വേറെ കറികളൊന്നും വേണമെന്നില്ല. തോരനോ അങ്ങനത്തെ ഒരു ഐറ്റംസ് വേണമെന്നില്ല. ഈ ഒരൊറ്റ കറി മതി ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ദാണ്ടെ ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത്. 2 ടീസ്പൂൺ ഇല്ല, ഒരു 1.5 ടീസ്പൂണോ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർക്കാം. അതായത് നമ്മൾ ഇതുവരെയും ഉപ്പൊന്നും ഇതിലൊന്നിൽ ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് ഈ ഒരു സമയം തന്നെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ അതുവരെയും നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാണ്ട കണ്ടോ, ഇതുപോലെ ഞാനൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചേരുവയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അതും കൂടി ചേർക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, കുറച്ച് പുളിവെള്ളമാണ് കേട്ടോ. അപ്പോൾ ഒരു നെല്ലിക്ക സൈസ് വലുപ്പത്തിനുള്ള പുളി എടുത്തിട്ട് ഞാനത് അതിൻ്റെ നീരൊന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നെല്ലിക്ക എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു നെല്ലിക്കയാണ് കേട്ടോ. ഒരുപാട് വലിയ കഷ്ണം പുളിയൊന്നും എടുക്കല്ലേ. അപ്പോൾ ചെറിയൊരു സൈസ് പുളി എടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞൊഴിച്ചതാണ്. ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്.
ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് ചെറുതായിട്ട് ഒന്നങ്ങ് വറ്റി വരണം കേട്ടോ. ഒരുപാട് നേരമായിട്ട് വറ്റിക്കാനൊന്നും വേണ്ട. ചെറുതായിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ദാണ്ടെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഇപ്പം. അപ്പം നിങ്ങൾക്ക് ഫൈനലി കുറച്ച് ശർക്കരയോ അല്ലെങ്കിൽ ഒരു നുള്ള് പഞ്ചസാരയോ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പം ദാണ്ടെ നമ്മുടെ കറി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് ആ എണ്ണയൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെ ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് വേറെ സൈഡ് ഒന്നും വേണ്ട. ഇത് മാത്രം വെച്ച് നമുക്ക് ചോറ് കഴിക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഒരു 3, 4 ചേരുവകൾ മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. അപ്പൊ നിങ്ങള് ഇങ്ങനെ കറിയൊന്നും അതായത് മീനൊന്നും കിട്ടാത്തപ്പോഴോ അല്ലെങ്കിൽ കറി എന്തുണ്ടാക്കുന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന സമയങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം പറയാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ദാണ്ടെ കണ്ടോ എന്ത് ഭംഗിയാ നോക്കിയാൽ നമ്മുടെ കറി കാണാൻ. അതുപോലെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇനിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.